പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വിശേഷങ്ങളും ഒക്കെ ഒത്തിരി വരുന്നുണ്ട്. ലാലേട്ടൻ കഴിഞ്ഞ ദിവസം സ്റ്റാർ സിംഗറിൻ്റെ വേദിയിലെത്തി. എൻ്റെ മോനെ ഒരു 1.5 വരവായിരുന്നു. ഉഷാവുതുപ്പും ചിത്രയും ഒക്കെ ഉണ്ടായിരുന്നു. സത്യനന്ദിക്കാടിനോടൊപ്പമാണ് ലാലേട്ടൻ എത്തിയത്. ലുക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വൈറലായി. ലാലേട്ടൻ സ്റ്റാർ സിംഗറിൻ്റെ വേദിയിൽ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ ബിഗ് ബോസ് സീസൺ 7 ഈ മാസം 3-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയായിരിക്കും ലാലേട്ടൻ അവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും സ്റ്റാർ സിംഗറിൽ ലാലേട്ടൻ വന്ന എപ്പിസോഡ് 27-ാം തീയതി 7 മണിക്കാണ് അത് ടി വിയിൽ വരുന്നത്. അപ്പം ലാലേട്ടൻ്റെ തമാശയും ലാലേട്ടൻ്റെ ലുക്കും ഒക്കെ പെട്ടെന്ന് വൈറലായി. പ്രത്യേകിച്ച് ലാലേട്ടൻ ചിരിക്കുമ്പോഴൊക്കെ ആ കവിള് വീർത്ത് വരിക എന്ന് പറയുന്നത് പലരും അഭിപ്രായപ്പെടുന്നത് പോലെ പഴയ ലാലേട്ടൻ എന്നാണ് പറയുന്നത്. ലാലേട്ടൻ്റെ ആ കൊഫുക ചിരിയും ചിരിക്കുമ്പം ആ കവിള് വീർത്ത് വരുന്നതൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലായിട്ടുണ്ട്. അതുതന്നെയാണ് പെട്ടെന്ന് ആ പ്രൊമോ വൈറലാകാനുള്ള കാരണം. അപ്പം ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ബിഗ് ബോസ് സീസൺ 7 ലാലേട്ടൻ വരുന്നു എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. അതിൻ്റെ പ്രൊമോ ഒക്കെ പുറത്തു വന്നപ്പോൾ ലാലേട്ടൻ ഒരു 1.5 വരവാണ് വന്നത്. അപ്പം 3-ാം തീയതിയാണ് ആ സീസൺ വരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ കട്ടക്കലിപ്പിൽ കാത്തിരിക്കുന്നത്. അപ്പം ലാലേട്ടൻ ഈ സ്റ്റാർ സിംഗറിനകത്ത് വന്നത് ബിഗ് ബോസ് സീസൺ 7 പറ്റി പറയാനാകാം. അതുപോലെ തന്നെ തൻ്റെ പുതിയ ചിത്രമായ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയാകാം. കൂടെ സത്യനന്ദിക്കാടും ഉണ്ടായിരുന്നു. അപ്പം ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൻ്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പം ട്രെൻഡിങ്ങിൽ നമ്പർ 1 ഇത് നിലനിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 2 മില്യണിലധികം ആൾക്കാർ ഈ ടീസർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ആ ടീസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. കാരണം ലാലേട്ടൻ്റെ ആ ചിരിയും ഒരു കുടുംബചിത്രത്തിന് വേണ്ട ഒരു തിരക്കഥയായിരിക്കാം ഈ ചിത്രമെന്ന് സംശയിക്കുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു ആയിരിക്കാം എന്ന് സംശയിക്കുന്നു. കാരണം തുടരും തന്മൂർത്തി നമ്മളെ പറ്റിച്ചതുപോലെ സത്യനന്ദിക്കാടും ഒരു പറ്റിക്കുമോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ ആണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. അതിനൊരു കാരണം ലാലേട്ടൻ്റെ വാക്കുകൾ തന്നെയാണ്. സത്യനന്ദിക്കാട് ഇത്രയും നാളും ചെയ്ത ചിത്രങ്ങളിൽ നിന്ന് വിഭിന്നമായൊരു ചിത്രമായിരിക്കാം ഇത് എന്നാണ് ലാലേട്ടൻ നേരത്തെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ലാലേട്ടൻ തുടരി എന്ന ചിത്രം ഇറങ്ങിയപ്പോഴും ഈ ചില ഡയലോഗ് അടിച്ചായിരുന്നു. നമ്മുടെ ദൃശ്യം പോലെ ഉള്ള ഒരു ചിത്രമായിരിക്കാം ഈ ചിത്രം എന്ന്. അന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞ ദൃശ്യം കുടുംബചിത്രമല്ലേ, അതേപോലൊരു ചിത്രമായിരിക്കാം എന്ന് വിചാരിച്ചു. അതെ, ദൃശ്യം പോലുള്ള ഒരു ചിത്രമായിരുന്നു. ദൃശ്യത്തിലും ഏതാണ് നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് തുടരും നമ്മളെ കൊണ്ട് എത്തിച്ചത്. അതുപോലെ സത്യനന്ദിക്കാടിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ ചിത്രമാണോ ഹൃദയപൂർവ്വം എന്നുള്ളതാണ് നമ്മളിനി നോക്കി കാണേണ്ടത്. ഏതായാലും അതിൻ്റെ ടീസറിനകത്തൂടെ പുറത്തു വന്ന സീനറിയിലേക്ക് പെട്ടെന്ന് വൈറലാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിനിടയിൽ ലാലേട്ടൻ അഭിനയിച്ച പരസ്യം ആ ചിത്രവും പെട്ടെന്ന് വൈറലാകുന്നത് നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും ഒരു പരസ്യം ഇത്രമേൽ ആൾക്കാർ കണ്ടോ എന്നുള്ളത് സംശയമാണ്. ഏകദേശം 20 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. 20 അല്ല, 50 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ഇതിൻ്റെ റിവ്യൂവും ഒക്കെ ആയിട്ട് ഇത് കണ്ടു കാണും. സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു പരസ്യം തന്നെയായിരുന്നു അത്. അതിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിരുന്നു. അതിനകത്തൊരു ഡാൻസ് രംഗങ്ങളിലാണ് ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അത് ഈയിടെ ഒരു പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ചിത്രത്തിൻ്റെ വിജയാഘോഷ ചടങ്ങിൽ നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ, സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സെറ്റിൽ പോയി. ബി ഉണ്ണികൃഷ്ണൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ദിലീപ് ഇപ്പോൾ അഭിനയിക്കുന്ന എന്ന സിനിമയുടെ സെറ്റിൽ പോയിരുന്നു. ദിലീപും ശ്രീ മോഹൻലാലും ചേർന്നുള്ള ഒരു ഗാന ചിത്രീകരണ രംഗം ഞാനിവിടെ കണ്ടു. അത് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയമാകാനുള്ള സാധ്യത ആ സിനിമയിലുണ്ട്.
പിന്നെ ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ? ഒരു പാട്ടും 2 കൂടെ മതി ലാലേട്ടന് ഒരു പടത്തിനകത്ത്. അത് നമ്മളങ്ങ് എടുക്കും അല്ലേ? ബബ്ബവ എന്ന ചിത്രത്തിൽ ലാലേട്ടൻ ദിലീപിൻ്റെ സഹോദരനായിട്ട് അഭിനയിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ ലാലേട്ടൻ്റെ ഒരു സംഘടന രംഗം ചിത്രീകരിച്ച് കഴിഞ്ഞു എന്നും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ബി ഉണ്ണികൃഷ്ണൻ പറയുന്ന കണക്കിനാണെങ്കിൽ ഒരു പാട്ടും. ഇതിൽ പരം ആഘോഷിക്കാൻ നമുക്ക് എന്ത് വേണം അല്ലേ? ലാലേട്ടൻ്റെ ഒരു പാട്ടും ഒരു സംഘടന രംഗവും അടിപൊളിയാകും എന്ന് തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്ന കണക്കിന്. ഇത് കളക്ഷൻ റെക്കോർഡ് തകർക്കും എന്നാണ് പറയുന്നത്. തകർക്കട്ടെ, ലാലേട്ടൻ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പോൾ ലാലേട്ടൻ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലാലേട്ടൻ്റെ നിറഞ്ഞാട്ടം തന്നെയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലെന്നേ കുറച്ച് ദിവസമായിട്ട് 2025 തുടങ്ങിയ പിന്നെ ലാലേട്ടൻ വിശേഷങ്ങളുടെ ഏതെങ്കിലുമൊക്കെ കാണും, ഏതെങ്കിലുമൊക്കെ വീഡിയോകളും ഏതെങ്കിലുമൊക്കെ ഫോട്ടോകളും ഒക്കെ ആയിട്ട് ലാലേട്ടൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്റ്റാർ സിംഗർ വേദിയിൽ ലാലേട്ടൻ എത്തി. അതിൻ്റെ വിശേഷങ്ങൾ, ബബ്ബബ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ. അപ്പോൾ വിശേഷങ്ങൾ എന്തും ആയിക്കോട്ടെ, ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഏത് വാർത്തകളും അറിയാൻ വേണ്ടി, സിനിമ സംബന്ധമായ ഏത് വാർത്തകളും, ലാലേട്ടനെ സംബന്ധിച്ചല്ല സിനിമ സംബന്ധമായ പ്രധാനമെന്ന് തോന്നുന്ന ഏത് വാർത്തകൾക്കും നമ്മുടെ ചാനലൊന്ന് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്നത് നല്ലതാണ്. ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാർത്തകളിലേക്ക് വിശേഷങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്തും വരെ ഓക്കെ ബൈ.